ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും രാവിലെ കുളിച്ച് സുന്ദരിക്കുട്ടിയായി പിരിവൊക്കെ എഴുതി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാണ് കേട്ടോ. ആദ്യത്തെ ചെറിയൊരു നിർബന്ധമൊക്കെ കഴിഞ്ഞു. അതിനകത്ത് പൂമ്പാറ്റ പെണ്ണ് എഴുന്നേറ്റിട്ടില്ലായിരുന്നു, നല്ല ഉറക്കമായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റയായിരുന്നു എഴുന്നേറ്റിരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം എൻ്റെ അടുത്തിരുന്ന് ചെപ്പൂട്ടി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞാറ്റ എഴുന്നേറ്റാൽ പൂമ്പാറ്റ എഴുന്നേൽക്കാതിരിക്കുമോ? അങ്ങനെ പൂമ്പാറ്റ പെണ്ണ് ഉറക്കം എഴുന്നേറ്റ്. കണ്ടോ, നമ്മുടെ ബെഡിനോട് ചേർന്ന് ഒരു ചെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം താഴത്തെ സോഫയുടെ ആയിട്ടേ ഉള്ളൂ. അത് രണ്ടുപേരും തനിയെ തന്നെ കയറിയിരിക്കും കേട്ടോ. കയറിയിരുന്നിട്ട് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടതിൻ്റെ കുറച്ച് ചാടയൊക്കെ രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ. അമ്മ പഴയ ഉടുപ്പല്ലേ ഇട്ടിരിക്കുന്നത്, നമ്മൾ പുത്തൻ ഉടുപ്പാണ്. ഞാൻ പുതിയ ഉടുപ്പ് കൈ വെച്ചപ്പോൾ കൈയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ചേച്ചി അനിയത്തിയും കൂടെ ഭയങ്കര സ്നേഹം കേട്ടോ. ആ മടി കിടത്തിയിരിക്കുന്നത് അനിയത്തി കുഞ്ഞാറ്റപ്പെണ്ണാണ് കേട്ടോ. ചേച്ചി പെണ്ണാണ് മടിയിൽ കിടക്കുന്നത്. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണിന്ന് എന്തെന്നറിയില്ല മാറി മാറി നിർത്താതെ അങ്ങോട്ട് ഉമ്മ കൊടുക്കുകയായിരുന്നു കേട്ടോ ചേച്ചി പെണ്ണിന്. ചേച്ചി പെണ്ണ് ഇപ്പം പുതിയ പരിപാടി പഠിച്ചു വെച്ചിരിക്കുന്ന കടിയൊക്കെയാണ്. എത്ര കടി കിട്ടിയാലും ശരി, ഞാൻ ചേച്ചിയെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റപ്പെണ്ണ് നിർത്താതെ അങ്ങ് ഉമ്മ കൊടുക്കുകയായിരുന്നു. ചില ദിവസം ഇങ്ങനെയാണ് കേട്ടോ. ഞാനതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കണ്ടോ, രണ്ടുപേരും ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഒരുപോലത്തെയാണ്. നല്ല കണക്ക് രണ്ടുപേർക്കും ചേരുന്നുണ്ട്. ഞാൻ കുറച്ച് സമയം അവരെ തന്നെ ഇങ്ങനെ നോക്കിയൊക്കെ ഇരുന്ന് അവരുടെ ഉമ്മോടുപ്പും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് സമയമൊക്കെ ഇരുന്നു. അതിനുശേഷം ഞാൻ രണ്ടുപേരെയും ഞാൻ താഴേക്ക് എടുത്തുകൊണ്ട് പോകും കേട്ടോ. ആ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയി ഫുഡ് കൊടുക്കാനും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് താഴേക്കൊക്കെ കൊണ്ടുപോകുന്നത്. രാവിലത്തെ കുറുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാനും കുളിച്ചൊക്കെ റെഡിയായി കാപ്പിയൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളെ താഴേക്ക് കൊണ്ടുവരും. പിന്നെ താഴേക്ക് വന്നിരുന്ന ഇതുപോലെ കുരുത്തക്കേടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഉച്ചയ്ക്ക് കിച്ചടിയും മുട്ടത്തോരനും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയാവുന്ന സമയത്ത് രണ്ടുപേരെയും ഇതുപോലെ അവരുടെ ഉടുപ്പിലൊന്നും അഴുക്ക് പറ്റാതിരിക്കാൻ അവരുടെ ആടയാഭരണങ്ങളൊക്കെ കഴുത്തി കെട്ടിക്കൊടുക്കും. എന്നിട്ട് ഇതുപോലെ ചോറ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിച്ചടി വെച്ചതുകൊണ്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിന് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുന്ന പപ്പടത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ചില ദിവസങ്ങൾ മാത്രമേ പപ്പടം അവന് ആക്കി കൊടുക്കാറുള്ളൂ. പപ്പടം വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റ് കറികളിലൊന്നും തൊടത്തില്ല. പപ്പടത്തിന് വേണ്ടി രണ്ടുപേരും വാശിയാണ്. അതിങ്ങി അതവർക്ക് തറയിട്ട് പൊട്ടിക്കാനും പിന്നെ കഴിക്കും കേട്ടോ. പപ്പടം ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും കൊടുക്കണ്ടല്ലോ. അത് പപ്പടം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കാൻ മടി കാണിക്കും. പപ്പടം എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കിടന്ന് വാശി കാണിക്കുന്നത്. സ്വന്തമായിട്ട് പാത്രത്തിൽ നിന്ന് എടുക്കുക, അത് കഴിക്കുക, ബാക്കി തറയിൽ വീഴുന്നതാണെങ്കിൽ തറയിൽ നിന്ന് എടുത്ത് കഴിക്കുക, ഇതൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മേളിലേക്ക് വന്ന് കുറച്ച് സമയം ഇതുപോലെ ആ പെട്ടിയിലൊക്കെ ഇരുന്ന് അവരുടെ പാവക്കുട്ടിയാണ് കേട്ടോ, പാവ, അതിനെ വെച്ച് താരാട്ടൊക്കെ പാടുകയാണ് കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും. പൂമ്പാറ്റപ്പെണ്ണ് എങ്ങനെ താരാട്ട് പാടുന്നതെന്ന് നോക്കിയപ്പോൾ അതിനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ ആട്ടുകയാണ്. കുഞ്ഞാറ്റപ്പെണ്ണ് വാവയെ തലകുത്തി പിടിച്ചിട്ട് താരാട്ട് പാടി എന്നെ കാണിച്ചു തരികയാണ് കേട്ടോ. കണ്ടോ, രണ്ട് പേർക്കും അവരുടെ സൈസിനുള്ള ഒരു പാവക്കുട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വെച്ചിട്ടാണ് കളി കേട്ടോ. പിന്നെ ആ പെട്ടി വന്നിരിക്കാനും ഇഷ്ടമാണ്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ രണ്ടുപേരെ ഞാൻ ഉറക്കും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഇതുപോലെ എഴുന്നേറ്റ് രണ്ടുപേരെയും കൊണ്ടുവരും. എന്നിട്ട് അച്ഛന് തേയിലവെള്ളവും ഒക്കെ ഇട്ട് കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം കൊടുക്കാനുള്ള സ്നാക്സൊക്കെ കൊടുക്കും കേട്ടോ. ഞാൻ മിക്കപ്പോഴും പറയുന്ന രീതിയിൽ തന്നെ ഏത്തപ്പഴമോ കപ്പപ്പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. കുറച്ച് ഫോർമുല മിൽക്ക് കൂടെ കൊടുക്കും. അങ്ങനെ അച്ഛൻ പുറത്തേക്ക് പോകാൻ നിന്നെയാണ്. ആ ഒരു സമയത്ത് രണ്ടുപേരും വാതിലൊക്കെ തുറന്നു കൊടുക്കുകയും അത് പിടിച്ച് കുറ്റിയിടുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. പോകുന്നതൊക്കെ കൊള്ളാം, ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം, ഞങ്ങളിവിടെ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടില്ലേ എന്ന രീതിയിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരെയും കുളിപ്പിച്ചൊരുക്കി സുന്ദരിയാക്കി. അപ്പോഴേക്കും മക്കളുടെ കൂട്ടുകാരൊക്കെ വന്നു. കുറച്ച് സമയം അവരുടെ വീട്ടിലേക്കൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. അങ്ങനെ ഞാനും പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നു. എന്നിട്ട് രണ്ടുപേരെയും വീണ്ടും ഒന്ന് കിടത്തി ഉറക്കും. ആ ഉറക്കുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ അടുത്ത് കണ്ടേ വിളിച്ച് എന്ന രീതിയിൽ ഇതുപോലെയൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ഇതിപ്പോൾ ഇവിടുത്തെ പ്രത്യേകിച്ചും ഇപ്പം പഠിച്ചു വച്ചിരിക്കുന്ന പരിപാടി ഇതൊക്കെയാണ്, ഇതുപോലുള്ള ചെറിയ കളികളൊക്കെ. പിന്നെ നൈറ്റ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് പാപ്പ് എന്നൊക്കെ പറയുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ആ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്ന് രണ്ടുപേരും ഇങ്ങനെ കഴിക്കുകയും അതും കൊണ്ടൊക്കെ നടക്കുകയാണ്. അങ്ങനെ കളയത്തില്ല അധികവും, ഇങ്ങനെ കയ്യിലൊക്കെ വെച്ചുകൊണ്ട് നടക്കും കേട്ടോ. എനിക്ക് തരുമോ എന്ന് വെച്ചപ്പോൾ കുറച്ച് തരുകയൊക്കെ ചെയ്തു. അപ്പം നല്ലൊരു മഴയൊക്കെ പെയ്തു. അങ്ങനെ ചേട്ടനൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അച്ഛൻ വന്ന സന്തോഷത്തിൽ 2 പേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ കുറേ നേരം ചേട്ടൻ്റെ കയ്യിലൊക്കെ കയറിയിരുന്നു. പിന്നെ 2 പേരുടെ കയ്യിലും ബിസ്ക്കറ്റ് ഇരിക്കുന്ന കണ്ട് കുറച്ച് സമയം കൂടെ നിർബന്ധം കാണിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ കിടത്താൻ വേണ്ടി ഒരുങ്ങി കേട്ടോ. ഞാൻ നൈറ്റ് ഒരു 8:30 9:30 കഴിഞ്ഞേ ഉറക്കത്തുള്ളൂ. 7:30ക്കൊക്കെ ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി 12 മണി കഴിഞ്ഞാലും ഉറങ്ങില്ല. ഇപ്പം അങ്ങനെ ഒന്നൊന്നും ഇല്ല കേട്ടോ. ഇപ്പം എപ്പോഴും താമസിച്ച് തന്നെയാണ് 2 പേരും കിടക്കുന്നത്. ഭയങ്കര നിർബന്ധമാണ് വളർന്നു വരുന്നതിനനുസരിച്ച്. അങ്ങനെ കുഞ്ഞേറ്റപ്പണ്ണിൻ്റെ കയ്യിൽ ഇരുന്ന് ബിസ്ക്കറ്റ് അമ്മയ്ക്ക് തരുമെന്ന് വെച്ചപ്പോൾ എനിക്ക് തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യാനും തരാനൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ നൈറ്റ് ചേട്ടന് ചായ ഇട്ട് കൊടുക്കും വന്ന ഉടനെ തന്നെ. പിന്നെ എന്നും ചോറല്ലേ എന്ന് വിചാരിച്ച് കുറേ നാളായി കഞ്ഞി കൊടുത്തിട്ട് കേട്ടോ. അങ്ങനെ ചെറുപയറുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് നൈറ്റ് കഞ്ഞി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കഞ്ഞി ആക്കാൻ വേണ്ടി ചെറുപയറെല്ലാം വേവിക്കാൻ വേണ്ടി കുക്കറിനകത്ത് വെച്ചു. പിന്നെ പൂമ്പാറ്റപ്പെണ്ണും കുറച്ച് സമയം നിർബന്ധം കാരണം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ ഇടുമ്പോഴേക്കും വീണ്ടും കൊണ്ട് താത്തു വെച്ചു. അപ്പോഴേക്കും മണിയൻ ചേട്ടൻ വീട്ടിൽ നിന്ന് കുറച്ച് ലഡുവൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂമ്പാറ്റപ്പെണ്ണ് അവിടെ ആദ്യം ചേട്ടൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. പൂമ്പാറ്റപ്പെണ്ണിൻ്റെ കയ്യിലാണ് മണിയൻ ചേട്ടൻ എടുത്തുകൊണ്ട് വന്ന സമയത്ത് ലഡുവൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. കക്ഷി അവിടെ നിന്നൊരു ലഡു പാപ്പമൊക്കെ കഴിച്ചു. പിന്നെ കുഞ്ഞാറ്റപ്പെണ്ണ് അച്ഛൻ്റെ കയ്യിൽ നല്ല ജാടയിൽ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാടൊന്നും കൊടുക്കത്തില്ല, നല്ല മധുരം ആയതുകൊണ്ടേ. പിന്നെ ഒരു കുറച്ച് മിണി കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് കുറേശ്ശെ വായി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുഞ്ഞാറ്റപ്പെണ്ണ് അച്ഛൻ്റെ കയ്യിരുന്ന് കഴിക്കുന്നതിൻ്റെ ജാടയൊക്കെ കുറച്ചുണ്ടായിരുന്നു, അങ്ങനെ കഴിച്ചു. അപ്പോഴേക്കും ഞാൻ കഞ്ഞി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഞ്ഞി വേവിച്ച ശേഷം അത് തണുക്കാൻ വേണ്ടി വെച്ചു. ഇങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും ടി വിയിൽ പാട്ടൊക്കെ കേട്ടപ്പോഴേക്കും അങ്ങോട്ട് ഡാൻസ് ആയിരുന്നു കേട്ടോ. പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലാണ്, നല്ല സന്തോഷമൊക്കെ ആയി ചില സമയം ഇരിക്കും കേട്ടോ. ചില സമയം പാട്ടിലും അടങ്ങത്തില്ല, നല്ല നിർബന്ധമായിരിക്കും. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ് നല്ല ഡാൻസാണ് അവിടെ നിന്ന്, അതിൻ്റെ കൂടെ പൂമ്പാറ്റപ്പെണ്ണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നടന്നു കേട്ടോ. അതും ഞാൻ ഇവരുടെ ഈ ഡാൻസൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്നതാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം കുഞ്ഞാറ്റപ്പെണ്ണ് ആദ്യമായി 2 സ്റ്റെപ്പ് വെച്ച് നടന്നു കേട്ടോ. ഭയങ്കര ഒരു സന്തോഷം. അത് ഇങ്ങനെ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട് കണ്ടോ. ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞ് 2 സ്റ്റെപ്പ് വെച്ച് നടന്നു. അത് നോക്കിയിരുന്നത് ഇപ്പോൾ തന്നെ അത് കാണാൻ പറ്റി. അത് വല്ലാത്തൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അധികമൊന്നും അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് നടന്ന് പൂമ്പാറ്റയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പൂമ്പാറ്റപ്പെണ്ണ് കുറച്ച് തലമുടിയൊക്കെ വളർന്നിരിപ്പുണ്ടല്ലോ, അതിൽ പിടിച്ച് വലിയാണ്. പൂമ്പാറ്റപ്പെണ്ണ് മോശമല്ല കേട്ടോ. പൂമ്പാറ്റപ്പെണ്ണ് എപ്പോഴും ഇപ്പം കുഞ്ഞാറ്റ, അതായത് ഇളയ ആളെ പിടിച്ച് അങ്ങ് കടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ നോക്കുമ്പോഴെല്ലാം ഒന്നെങ്കിൽ പല്ലൊക്കെ താന്നൊക്കെ ഇരിക്കും. പെട്ടെന്ന് ഓടി ചെല്ലുമ്പോൾ കരച്ചിൽ കേട്ടോണ്ടായിരിക്കും ഓടി ചെല്ലുന്നത്. പിന്നെ നമ്മൾ നോക്കിയിരിക്കുകയും ഒന്ന് അവർ 2 പേരും കളിച്ചുകൊണ്ടും ഇരിക്കുന്നതാണ്, ഉമ്മ കൊടുക്കുന്നതേ കാണാം. പെട്ടെന്ന് അങ്ങോട്ട് മാറുന്ന സമയത്ത് കടിക്കുന്നതേ കാണാം കേട്ടോ. അങ്ങനെ ചില കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞാറ്റപ്പെണ്ണ് പൂമ്പാറ്റയുടെ തലമുടി ഇച്ചിരി വളർന്ന് കിടക്കുന്നുണ്ട്, അതിൽ പിടിച്ച് വലിയാണ് കേട്ടോ. മൂത്ത ആളുടെ തലയിൽ പിടിച്ച് വലിയാണ്. അങ്ങനെ 2 പേരും ഒന്ന് കൊടുക്കലും വാങ്ങലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര പിടിച്ച് മാറ്റിയിട്ട് നടക്കും. എന്നിട്ട് ഞാൻ 2 പേർക്കും നൈറ്റ് കഞ്ഞിയൊക്കെ കൊടുത്തു. 2 പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കഞ്ഞി, കുറേ നാളിന് ശേഷം കൊടുത്തതല്ലേ. അങ്ങനെ 2 പേരും അത് ഇഷ്ടപ്പെട്ടങ്ങ് കുടിച്ചു. പിന്നെ രാവിലെ ആയപ്പോഴേക്കും 2 പേരും ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റിരുന്നത്. അപ്പോൾ ചേട്ടൻ അടുക്കളയിൽ കയറി കുറച്ച് കറിയും ചോറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 പേരും എടുത്തുകൊണ്ട് അച്ഛനും ഞാനും കൂടി ഇങ്ങനെ താഴേക്ക് വന്നതാണ്. അങ്ങനെ 2 പേർക്കും ബിസ്ക്കറ്റ് പാപ്പൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അതുപോലെ അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ് ബിസ്ക്കറ്റ് വാങ്ങിച്ച ഉടനെ എന്തെന്നറിയില്ല പൂമ്പാറ്റപ്പെണ്ണിന് ആദ്യം തന്നെ ഒരു ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ. ചില ദിവസം ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ല, ഇന്നലെ തുടങ്ങിയ ഉമ്മ കൊടുപ്പാണ്, വലിയ സ്നേഹമാണ് കേട്ടോ. അങ്ങനെ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറെല്ലാം തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ടിൻ്റെ തോരനൊക്കെ ചേട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ കുഞ്ഞാപ്പി ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചേട്ടന് ചായ ഇടാൻ വേണ്ടി പിന്നെ ചോറ് കൊണ്ടുപോകാനുള്ള ഇലയെല്ലാം വാട്ടി. അപ്പോഴേക്കും ചോറ് വെന്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ചോറ് ഓൾറെഡി മാറ്റി വെച്ച് തണുപ്പിക്കാൻ വയ്ക്കും. പിന്നെ കുറച്ചുകൂടെ വേവാനുള്ളതാണ്, പിന്നാണ് ഊറ്റിയൊക്കെ എടുക്കുന്നത്. അങ്ങനെ ചായയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വെച്ചു. പുറത്ത് നന്നായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറുക്ക് ചേട്ടൻ ആദ്യം തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ 2 പേരും നല്ല കുരുത്തക്കേടിലും കാര്യങ്ങളിലൊക്കെയാണ്. അങ്ങനെ ചായയൊക്കെ ഇട്ട് ചേട്ടന് കൊണ്ട് കൊടുക്കുകയും കുഞ്ഞാപ്പി ചേട്ടനൊക്കെ ചായ എടുത്ത് വെച്ചു. അപ്പോൾ ഉറക്കം എഴുന്നേറ്റിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറെല്ലാം പൊതിഞ്ഞ് വയ്ക്കാമെന്ന് കരുതി.
അപ്പോഴും പൂമ്പാറ്റയും കുഞ്ഞാറ്റയൊക്കെ അടുക്കളയിലേക്ക് വന്ന് എത്തിയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ സോഫയിലൊക്കെ പോയി ഇരിക്കുന്നു. പിന്നെ പാട്ടൊക്കെ കേൾക്കുന്നു. വീണ്ടും വരുന്നു. അതിൻ്റെ ഇടയിൽ വന്ന് അമ്മ അമ്മ എന്ന് വിളിക്കുന്നു. പിന്നും അവരുടെ ചെടിയുടെ ഒക്കെ അവിടെ പോയി അത്താന്നൊക്കെ പറയുന്നു. ഇങ്ങനെയുള്ള കലാപരിപാടികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. രാവിലെ വന്ന് ബിസ്ക്കറ്റൊക്കെ കിട്ടി കുറച്ച് സമയം ഇങ്ങനെ അടങ്ങിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര നിർബന്ധമൊന്നും ആ ഒരു സമയത്ത് കാണിക്കത്തില്ല കേട്ടോ. പിന്നെ എന്നെ കുറേ സമയം കാണാതെ ഇരിക്കുകയോ അങ്ങനെ ഇരിക്കത്തുമില്ല. അങ്ങനെ ഞാൻ പൊതിയൊക്കെ കെട്ടി വെച്ചു. എടുത്ത് വെച്ചപ്പോഴും അടുക്കളയിലേക്ക് വന്നു. പിന്നെ പുട്ടിന് ഉണ്ടാക്കാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുവി. പിന്നെ അപ്പോഴേക്കും കുഞ്ഞാറ്റമ്മൻ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഭയങ്കര വൃത്തിയാക്കലാണല്ലോ, അവളാണ് തൂക്കുന്ന ജോലി ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ചൂലെടുത്തച്ച് അങ്ങ് തൂപ്പാണ്. ഒരു സ്ഥലം മാത്രമൊന്നുമല്ല, ഓടി നടന്നാണ് എൻ്റെ കുഞ്ഞ് തൂക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ കാണുന്നുണ്ടോയെന്ന് എന്നെ നോക്കുന്നുണ്ട്. വീണ്ടും അങ്ങനെ എടുത്തുകൊണ്ട് ഓടി നടന്ന് തൂക്കുകയാണ് കേട്ടോ. ഇതുപോലെ വൃത്തിയാക്കുന്ന കുഞ്ഞുങ്ങളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ പുട്ടൊക്കെ ആയി. അങ്ങനെ ചേട്ടൻ കുളിച്ച് ഒരുങ്ങി താഴേക്ക് വന്നപ്പോഴേക്കും അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. ചേട്ടൻ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്, വലിയൊരു ചാള കിടക്കുന്നു, പറ്റിക്കുകയാണ് കേട്ടോ. അങ്ങനെ പൂമ്പാറ്റ പെണ്ണ് കരഞ്ഞ് നിർബന്ധം പിടിച്ചിരിക്കുക. കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വന്നു കേട്ടോ അച്ഛൻ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പരിപ്പൊക്കെ മാറ്റാൻ എടുത്ത് കയ്യിലൊക്കെ വെച്ചതാണ്. പിന്നെ അച്ഛൻ്റെ കീയൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. അച്ഛൻ പോണ്ട, ഇവിടെ വീട്ടിൽ ഇരിക്കുക എന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. നല്ല വാശിയായിരുന്നു. അങ്ങനെ കൈ കയറി പിണങ്ങിയൊക്കെ ഇരിക്കുകയാണ്. അത് കണ്ണ് നിറഞ്ഞിരിപ്പുണ്ട് കേട്ടോ. പിന്നെ കീയൊക്കെ എടുത്ത് വെച്ച് അച്ഛൻ പോണ്ട എന്നുള്ള രീതിയിൽ. ഇത് കണ്ടപ്പോൾ കുഞ്ഞാറ്റപ്പെണ്ണ് സഹിക്കുമോ? കുഞ്ഞാറ്റപ്പെണ്ണും കയറി അച്ഛൻ്റെ കയ്യിലിരുന്നു. അപ്പോഴും പൂമ്പാറ്റയുടെ പരിഭവം മാറിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛനെടുത്ത് കുറച്ച് സമയം പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അച്ഛൻ പോകുന്നില്ലെന്നുള്ള രീതിയിൽ കീയൊക്കെ കയ്യിൽ വെച്ച് ആട്ടി കാണിക്കുകയാണ് പൂമ്പാറ്റ പെണ്ണ്. അപ്പോൾ ഇച്ചിരി സന്തോഷമൊക്കെ വന്നു കേട്ടോ കക്ഷിക്ക്. അല്ലെങ്കിൽ ഇമ്പ്രൂവിൽ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊരു ചിന്തയാണ്. അങ്ങനെ തലയൊക്കെ ഇട്ട് മുട്ടൊക്കെ ഇട്ട് കാണിക്കുകയാണ്. കുഞ്ഞാറ്റപ്പെണ്ണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അത് പിടിച്ച് വാങ്ങിക്കാനൊക്കെ നോക്കി. അങ്ങനെ അത് അവൾ കൈവശമാക്കി കേട്ടോ കീ. നീ കീ കൈവശമാക്കിയാലും വേണ്ടില്ല, ഞാൻ അച്ഛൻ്റെ കയ്യിലിരിക്കുകയല്ലേ. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ് സന്തോഷം കീ കൈ കിട്ടിയപ്പം കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ചേട്ടൻ പോകുന്നതിന് മുമ്പ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അച്ഛൻ്റെ കയ്യിൽ കയറിയിരുന്ന് രണ്ട് മക്കളും ഇതുപോലെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുകയും പിന്നെ പോകുന്ന സമയം ഇതുപോലെ വിഷമിച്ച് അങ്ങ് ഇരിക്കും കേട്ടോ. മനസ്സിലായി പോവാണ്, ഇനി നൈറ്റേ വരൂ, അതൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയല്ലോ ഒരുപാട് നേരമൊക്കെ കാണാതിരിക്കുമ്പോഴൊക്കെ. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ് അച്ഛൻ്റെ കൈ കയറിയിരുന്നു. അതിന് ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ പറഞ്ഞ് വിട്ടു. പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് മത്തങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. മിക്ക ദിവസവും ഇപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും കൊടുക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അവർക്കുള്ള എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. പിന്നെ മത്തങ്ങാക്കറി രാവിലെ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. ഇവർക്ക് മത്തങ്ങാക്കറി ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു മത്തങ്ങ വെച്ചുള്ള കറി ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ചേട്ടൻ മിക്ക ദിവസവും മത്തങ്ങ വെച്ചുള്ള കറി ഉണ്ടാക്കാറുണ്ട്. അന്ന് അവർ നന്നായിട്ട് ഫുഡ് കഴിക്കും കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കില്ലെങ്കിലും ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ഓരോ കറികൾ മാറ്റി മാറ്റി. ഇന്ന് നല്ല ബീട്രൂട്ടിൻ്റെ തോരനുണ്ട്, അതുപോലെ മത്തങ്ങ കറി. അതൊക്കെ ബീട്രൂട്ട് എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണല്ലോ. ഇന്നലെ കിച്ചടിയായിരുന്നു, അതുകൊണ്ട് അത് തന്നെ കണ്ടിന്യൂസ് കൊടുത്തില്ല. അതുകൊണ്ട് അത് തോരൻ വെച്ചു. പിന്നെ മത്തങ്ങയുടെ കറി. അങ്ങനെ കറിക്ക് വേണ്ടിയുള്ള തേങ്ങയെല്ലാം അരച്ചു. മത്തങ്ങയെല്ലാം കുക്കറി വേവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ വിശന്നു. എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ഉടുപ്പിലേക്ക് വലിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ കുറുക്ക് രണ്ട് പേർക്കും, ആദ്യം കുഞ്ഞാറ്റപ്പെണ്ണാണ് കുടിക്കുന്നത്. ഞാൻ വേവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് താഴെ ഇരുത്തി അധികം കൊടുക്കാൻ നിന്നില്ല. കറിയൊക്കെ വേവുന്നുണ്ടായിരുന്നു. പിന്നെ കുറുക്കൊക്കെ ഇപ്പോൾ തട്ടിക്കളയാനൊക്കെ ഒരുങ്ങും. അങ്ങനെ ഞാനങ്ങനെ ഓരോരുത്തരെ കയ്യിൽ ഇങ്ങനെ എടുത്തു വെച്ച് കൊടുക്കാമെന്ന് കരുതി കേട്ടോ ഇന്ന്. അങ്ങനെ രണ്ട് പേർക്കും കുറുക്കൊക്കെ കൊടുക്കുകയാണ്. ആദ്യം കുഞ്ഞാറ്റപ്പെണ്ണ് കുടിച്ചിട്ട് ഈ പൂമ്പാറ്റപ്പെണ്ണ് ഭയങ്കര സന്തോഷത്തിൽ കൈയൊക്കെ വീശിയാണ് കുറുക്കൊക്കെ കുടിച്ച്. ഇഷ്ടപ്പെടുന്നതിൻ്റെ അന്ന് ഇങ്ങനെയാണ് കേട്ടോ. ഇത് രണ്ടുപേരും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കൊണ്ടുവന്നാലും നേരത്തെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവർക്ക് വിശപ്പാവില്ല. വിശപ്പായി വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ വായൊക്കെ തുറന്ന് നിന്ന് മിടുക്കികളായിട്ട് വന്നിരുന്ന് കുടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവർക്ക് കുറുക്കൊക്കെ കൊടുത്ത ശേഷം കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അത് കഴുകി വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ രണ്ടുപേരും കുരുത്തക്കേടുമായിട്ട് എൻ്റെ ചുറ്റും കൂടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് നിർബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന്. അതുകൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ആദ്യം തന്നെ നടന്നിട്ടില്ലായിരുന്നു. പിന്നെ ഒരുപാട് പാത്രവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാത്രം ഇങ്ങനെയൊക്കെ കഴുകി വയ്ക്കാം. കാരണം ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്നുകൊണ്ട് കുറച്ച് സമയം താമസിച്ചിട്ടുണ്ടായിരുന്നു. മത്തങ്ങ കറിയൊക്കെ കഴിച്ച് പിന്നെ കുഞ്ഞുങ്ങളുടെ പറയുക കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയും ഇപ്പം മോഷനും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ മാറ്റാനും എടുക്കാനും ഒക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർക്ക് വേണ്ടിയുള്ള മത്തങ്ങ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ രണ്ട് പേർക്കും വേണ്ടി ചൂടുവെള്ളമൊക്കെ അനത്തിയത് എടുത്തുകൊണ്ട് വന്ന് അത് എണ്ണയൊക്കെ തേച്ച് രണ്ടുപേരെയും കുളിപ്പിച്ചു. ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഫ്രോക്ക് അങ്ങനെ വീട്ടിലൊന്നും ഇതുപോലൊന്നും അധികമൊന്നും ഇട്ട് കൊടുക്കാറില്ല. പിന്നെ ഇതൊക്കെ ഇരുന്ന് ചെറുതാവുന്നത് കൊണ്ടും
എപ്പോഴും എങ്ങോട്ടും നമ്മളിങ്ങനെ അധികം ഒന്നും പുറത്ത് പോകാത്തതുകൊണ്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പം വെച്ച് ചെറുതാക്കി നശിപ്പിക്കുന്നതിനേക്കാൾ നല്ല നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കാണുന്നതല്ലേ. അങ്ങനെ 2 പേർക്കും ഇത് അധികം അങ്ങ് കൊണ്ടുകയറുന്ന രീതിയിലുള്ള ഫ്രോക്കല്ല കേട്ടോ, ഇച്ചിരി സോഫ്റ്റൊക്കെയാണ്. അങ്ങനെ അധികം കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് 2 പേർക്കും ഇട്ട് കൊടുത്തു. പിന്നെ വിറ്റാമിൻ D3യുടെ മരുന്ന് 2 പേർക്കും കൊടുത്തു. പിന്നെ മരുന്നൊക്കെ കൊടുത്ത ശേഷം ഇതുപോലെ കുറച്ച് സമയം പൂമ്പാറ്റപ്പെണ്ണ് കുഞ്ഞാറ്റപ്പെണ്ണിനെയൊക്കെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് 2-3 സ്റ്റെപ്പും ഡാൻസും ഒക്കെ അതെപ്പോഴും ഉണ്ട്. ഇതുപോലെ തുള്ളലും ഡാൻസും ഒക്കെ 2 പേർക്കും ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം 2 പേരും കട്ടിലൊക്കെ നിന്ന് കുറച്ച് സ്റ്റെപ്പൊക്കെ കാണിച്ച് ഡാൻസൊക്കെ കളിച്ച് എന്നെ കാണിച്ച് നിൽക്കുകയാണ്. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നിർബന്ധം തുടങ്ങും, പാച്ച് കുടിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ 2 പേരും നിർബന്ധം തുടങ്ങി. ഇങ്ങനെ 2 പേരെയും പായൊക്കെ വിരിച്ച് കിടത്തി പാലൊക്കെ കൊടുത്ത് ഉറക്കി. 2 പേരെയും ഉറക്കി കിടത്തിയ ശേഷം ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നു. അതിനുശേഷം ഓൾറെഡി തന്നെ കുഞ്ഞുങ്ങൾ കിടത്തി ഉറക്കുന്ന സ്ഥലമൊക്കെ തൂത്തുവാരിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബെഡ്ഷീറ്റൊന്നും മടക്കി വയ്ക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. 2 പേരും നല്ല നിർബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കിച്ചണൊന്നും ക്ലീനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പാത്രമൊക്കെ കഴുകി വെച്ച് ക്ലീനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ ഒന്നും തൂത്തിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ബെഡ് കിടന്നുറങ്ങിയ ഇടമെല്ലാം തന്നെ മടക്കിയൊക്കെ വെക്കാമെന്നും ഷീറ്റൊക്കെ മടക്കിയൊക്കെ വെക്കാമെന്ന് കരുതി അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ട് എല്ലാം മടക്കിയൊക്കെ വെച്ചു. കാരണം കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം വാരി വീണ്ടും താഴെ ഇടും. ഇപ്പം ആ സോഫയിൽ തന്നെ കയറി ചവിട്ടി കട്ടിൽ കയറാനും അതുപോലെ കട്ടിൽ കയറാനും ഇറങ്ങാനും ഒക്കെ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനെടുത്ത് താഴെ വെച്ചാൽ അവർ കയറും. പക്ഷെ ഞാൻ കൂടെ കാണും കേട്ടോ. ഈ ഒരു റൂമിലൊക്കെ എപ്പോൾ കൊണ്ടുവച്ചാലും ഞാൻ റൂമിൽ അവരുടെ കൂടെ തന്നെ കാണും. പിന്നെ അവരെ ഉറക്കിയ ശേഷമാണ് എല്ലായിടും ഒന്ന് തൂത്ത് വാരിയൊക്കെ ഇട്ടത്. അങ്ങനെ നന്നായിട്ട് തൂത്തൊക്കെ വാരിയിട്ട ശേഷം കിച്ചണിലേക്ക് ചെന്നു. കിച്ചൺ ഫുഡിൻ്റെ ഒക്കെ വെച്ച സമയത്ത് കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്തിടാമെന്ന് കരുതി. അല്ലെങ്കിൽ ഈച്ചയും കാര്യങ്ങളൊക്കെ വന്ന് പറ്റിയിരിക്കും. അങ്ങനെ എല്ലായിടും നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളെല്ലാം വന്ന സമയത്ത് കുറേയധികം പാത്രങ്ങളൊക്കെ താഴെ വാരിയിടുകയും പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറേ വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ തറയിലും അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നന്നായിട്ട് തൂത്ത് വാരിയിട്ട ശേഷം കരടിക്കുട്ടൻ്റെ സ്ഥാനം മാറിയിട്ടുണ്ട്. ചെയറിൽ നിന്ന് എടുത്ത് ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന തീന്മേശയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് അങ്ങനെ അധികം ഒന്നും നമ്മൾ കഴിക്കാറൊന്നും ഇല്ല. ക്ലീനായി കിടക്കുന്ന ഇടം തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടെയാണ് ഇപ്പോൾ കരടിക്കുട്ടൻ. കാരണം ഓൾറെഡി കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം കുറുക്കും കാര്യങ്ങളൊക്കെ കൂടിയ ശേഷം താഴെ ഇരിക്കുന്ന സമയത്ത് അവരധികം ഒന്ന് പിടിച്ചധികം മൊത്തത്തിൽ ആകും കേട്ടോ. കുറച്ച് അറിയാറായ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ താഴെയൊക്കെ പോയി അവിടെയുള്ള റൂമും കാര്യങ്ങളും എല്ലാം തൂത്തൊക്കെ വാരിയിട്ട് കുഞ്ഞുങ്ങൾ വാരിയിട്ടാക്കുന്ന കളിപ്പാട്ടവും പാവയും എല്ലാം തന്നെ എടുത്ത് അടുക്കിയൊക്കെ വെച്ചു. പിന്നെ ഇന്നലെ കുറച്ച് അധികം തുണികൾ കഴുകി ഉണക്കാൻ ഇട്ടിരുന്നു. ഉണങ്ങി കിട്ടിയത് മടക്കി വയ്ക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അത് കുറച്ചെടുത്ത് മടക്കിയൊക്കെ വെച്ചു. പിന്നെ കുറേ തുണി കൊണ്ടൊന്ന് കഴുകാനിട്ടു. അതിനുശേഷം കുഞ്ഞുങ്ങൾ ഉറങ്ങുമായിരുന്നു. അവരെ കെട്ടിപ്പിടിച്ചൊന്ന് ഉറങ്ങി.